ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. അതിനകത്ത് സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾ പുള്ളിക്കാരി നേരിട്ട പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആ ഇൻ്റർവ്യൂ. അപ്പോൾ ഞങ്ങൾ കുറേ സ്റ്റുഡൻസിനെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ അവസരം കിട്ടി ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ കുട്ടി സ്റ്റുഡൻ്റായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഉടനെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ്, വലിയ പാടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത്. കയറി ഇറങ്ങി ഒരുപാട് നടന്നാലേ ജോലി കിട്ടത്തുള്ളൂ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപ ലോൺ എടുത്ത് ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നത്, നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ നാട്ടിലെ നിയമം അനുസരിച്ച് അവർക്കറിയാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ചിട്ട് അവരൊരു നിയമം വെച്ചിരിക്കുന്നതാണ് ഇത്ര മണിക്കൂർ നമുക്ക് സ്റ്റുഡൻറ്റിന് ജോലി ചെയ്യാം എന്നുള്ളത്. പക്ഷേ അപ്പോൾ അങ്ങനെ നിയമം വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിസ അവിടെ അപ്രൂവൽ ആവണമെങ്കിൽ അതിനകത്ത് നമ്മൾ അവിടെ ഏതാണ്ട് 8-9 മാസം, എനിക്കറിയത്തില്ല എത്ര മാസമാണെന്ന്, അതിനുള്ള പൈസ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ പേരൻസിനെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനകത്തും കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് റിജക്ഷൻ ആവാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സ്വന്തം പേരിൽ വസ്തുവും വീടും ഇല്ലെന്നുണ്ടെങ്കിൽ റിജക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ അവരുടെ എംബസി അത്രമാത്രം നോക്കിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്ന ആ കൊച്ച് ആദ്യമേ തന്നെ ലോൺ എടുത്താൽ വന്നത്. അപ്പോൾ ഈ കൊച്ച് 9 മാസത്തെ 8 മാസത്തെ എങ്ങാണ്ട് പൈസ അക്കൗണ്ടിൽ കാണിക്കണം. അതിനുശേഷം ഇവിടെ അക്കോമഡേഷനെ കുറിച്ചൊരു പ്രൂഫ് കാണിക്കണം. ഇതെല്ലാം കാണിച്ചിട്ടാണ് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്നിട്ട് ഉടനെ ഇവിടെ വന്ന അത്രയും ലോണ് എടുത്ത പൈസ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് അടച്ച് തീർക്കുക എന്ന് വിചാരിച്ചൊരു തെറ്റായ ഒരു ധാരണയല്ലേ? അത് ശരിയാണോ? എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഏജൻസികൾ, എനിക്ക് തോന്നുന്നു ആ കൊച്ചിൻ്റെതോ അല്ലെങ്കിൽ ഈ വരുന്ന സ്റ്റുഡൻസിൻ്റെ പ്രശ്നമല്ല. അവർ ചിന്തിക്കുക, ഈ ഏജൻസിക്കാർ അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞങ്ങ് ഫലിപ്പിക്കുകയും ഏതെങ്കിലും രീതിയിൽ പൈസ ഒപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു രീതിയിൽ പറയുന്നത്. പിന്നെ ഇവിടെ സ്റ്റുഡൻസായിട്ട് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. സ്റ്റുഡൻസ് അല്ല, ഇവിടെയുള്ള ഏത് UK-യിലുള്ളവരായാലും അത്രമാത്രം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസ് ജോലി ചെയ്യുന്നത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, മലയാളീസ് ജോലി ചെയ്യുന്നത് ഒന്ന് കെയർ മേഖലയിൽ, രണ്ടാമത് ഹോസ്പിറ്റൽ നഴ്സുമാരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്മാർ ജോലി ചെയ്യുന്നത് അവിടുത്തെ HC എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, HC ആയിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്നു. ഇങ്ങനെയുള്ള ജോലിയാണ് മലയാളികൾ 90% ആൾക്കാരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് മാത്രമേ ഇങ്ങോട്ട് കയറി വരാവൂ. നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒന്നും ചെയ്യാത്ത, ഒരു കാര്യങ്ങളും ചെയ്യാത്ത സ്റ്റുഡൻസാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അവർക്ക് ഒരു കാര്യവും അറിയത്തില്ല, സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു കാര്യവും അറിയത്തില്ല. 17 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവിടെയാണ് 17 അല്ലെങ്കിൽ 18 വയസ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നാട്ടിൽ ജോലി ചെയ്യാൻ തോന്നും എന്നും പറഞ്ഞ് ജോലി ചെയ്യുന്ന എത്ര പേര്, പഠിക്കുന്ന പിള്ളേർ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, എത്ര പേര് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്? അതൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, 20 മണിക്കൂർ, ഇവിടെ ആയാലും കാനഡ ആയാലും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ഓരോ മണിക്കൂറുകളാണ് പറയുന്നത്, ഇവിടുത്തെ 20 മണിക്കൂറാണ് പറയുന്നത്. ശരിക്കും ഇപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ സ്റ്റുഡൻസായിട്ട് ഒരുപാട് പേര് കയറി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് വന്നവർക്ക് പോലും ഇപ്പോഴും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഒരുപാട് പേർക്കൊന്നും ജോലി ആയിട്ടില്ല. വന്നാലും ദിവസം, ആഴ്ചയിൽ 1 ദിവസത്തെ ജോലി, 2 ദിവസത്തെ ജോലി, അങ്ങനെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അവരോട് പൈസ, നിങ്ങൾക്ക് ചിലവിനുള്ള പൈസ അക്കൗണ്ടിൽ കാണിക്കണമെന്ന് പറയുന്നത്. അതുപോലെ അക്കോമഡേഷൻ്റെ പ്രൂഫ് കാണിക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ കാണിച്ചിട്ടാണ് വിസ തരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ മോശമാണ്, ഇവിടെ കൊള്ളത്തില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. UK-ന്നൊക്കെ ആൾക്കാർ നാട്ടിലോട്ട് 3, 4, 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ട് വരുന്ന, അങ്ങോട്ട് ഇറങ്ങുന്ന, ഷൈൻ ചെയ്ത് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നുമല്ല ചെയ്യുന്നത്. എന്തോ ചെറിയ പണി ചെയ്യുന്നു, വീട്ടിൽ കുത്തിയിരിക്കുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സ്വപ്നം അങ്ങനെയായിരുന്നു. അത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോഴൊക്കെയാണല്ലോ ചാനലുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അതായത് നമുക്ക് സങ്കടം തോന്നും. ചില ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ പ്രായമുള്ള അത്ര പോലും ഇല്ലാത്ത കുട്ടികൾ പാത്രം കഴുകുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ അങ്ങനെയുള്ള സ്റ്റുഡൻസ് വന്ന് അവർക്ക് 20 മണിക്കൂർ കിട്ടുന്നുണ്ടല്ലോ കുറച്ച് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അപ്പം അത്രയും കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ മാത്രം വരുന്നതായിരിക്കും നല്ലത്. അതെ, ഇവിടുത്തെ നിയമങ്ങൾ അതനുസരിച്ചുള്ള നിയമങ്ങളാണ്. പിന്നെ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് PSW എടുക്കേണ്ടി വരും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിന് 1 വർഷം ജോലിയില്ലായിരുന്നു, അവർ മാത്രമുള്ളായിരുന്നു. അന്നെന്ന് പറയുന്നത് ഫാമിലി വിസ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതും ഇല്ല.
ഫാമിലി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണം. ഒരാളുടെ മാത്രമാണ് ജോലി ചെയ്തത്, 1 വർഷത്തോളം ഹസ്ബൻഡ് മാത്രം ജോലി ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് ജോലിയായത്. അതെ, എന്നിട്ട് അവർ രണ്ടും ഇപ്പം PSW എടുത്തതിന് ശേഷമാണ് ജോലിയായത്. അപ്പം ജോലിയാവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കിട്ടുന്നത് കൂടുതലും കെയർ ഹോമിലായിരിക്കും, അത് കൂടുതലും പറ്റിപ്പുണ്ടായിരിക്കും, പറയുന്ന പൈസ കൊടുക്കത്തില്ലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. 20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 20 മണിക്കൂറൊന്നും എല്ലാ സ്റ്റുഡൻസ് ചില ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റുഡൻസ് വന്നിട്ട് ആ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കോളേജിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഇവർ കോളേജ് എന്ന് പറയുന്ന സാധനം കാണത്തില്ല. അവർ പാർട്ട് ടൈം മണി എന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അല്ലാതെ ഈ ഞാൻ പറഞ്ഞ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വൈഫ് കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോവുകയും എക്സാം പാസ്സാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് PSW എടുത്തു കഴിഞ്ഞ ഉടനെ 2 ജോലി കിട്ടി. എന്ന് പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അതെല്ലാം പഠിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഇവിടുത്തെ ഗവൺമെൻറ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കുക, പോവുക, പിന്നെ കഴിവുള്ള കുറച്ച് പേരെ ഇവിടെ എടുക്കുക. ഇപ്പം കഴിവുള്ളവരെ അവരെടുക്കുന്നുണ്ട്, കഴിവ് നന്നായിട്ടുള്ളവരെ അവരെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ആൾക്കാരെ അവർക്ക് നന്നായിട്ട് അറിയാം, അവരെ എടുക്കുന്നുണ്ട്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ തന്നെയും നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് വന്നവർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വന്ന് കയറി സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് കുറെ പൈസ മാത്രം നമ്മുടെ പോയി എന്ന് വിചാരിച്ചിട്ട് എവിടെങ്കിലും പെട്ടെന്ന് നല്ല ജോലി കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിഹേവ് ചെയ്യുന്ന കാര്യം. ഇവിടെയുള്ള ആൾക്കാര് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ തെറ്റാണെങ്കിൽ കൂടി അവർ സോറി പറഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും അത് സോറി പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. എപ്പോഴും അവർ നമ്മൾ തെറ്റെന്നല്ല, നമ്മുടെ മുമ്പേ ഒന്ന് ചാടി പറഞ്ഞേ സോറി സോറി സോറി, എപ്പോൾ കണ്ടാലും ചിരിക്കും, ഹായ് ഹലോ എന്നൊക്കെ പറയും. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പൊ എല്ലായിടും ഉണ്ടല്ലോ പ്രശ്നക്കാരുള്ളവരുണ്ടല്ലോ, കുറച്ച് പേര്, 10% ആൾക്കാർ പ്രശ്നക്കാരുണ്ട്. ഇപ്പൊ ഏത് ഫീൽഡിൽ നോക്കിയാലും എവിടെ വർക്ക് ചെയ്താലും 95% ആൾക്കാർ നല്ലവരായിരിക്കും, ചിലപ്പോൾ ഒരു 5% ആൾക്കാർ. അല്ല, നീ 1.5 വർഷം കൊണ്ട് ഹോസ്പിറ്റലല്ല വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ വാർഡിൽ ഇവിടെ കൂടുതൽ ആൾക്കാരും ഇവിടെ ഉള്ളവർ അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രിയിലുള്ള ആൾക്കാരാണല്ലോ. ഇവരെല്ലാം മോശമായിട്ടാണോ പെരുമാറുന്നത്? വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഓരോ ആൾക്കാർ സ്വന്തമായിട്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതിപ്പോ ഏത് സ്ഥലത്തും ഉള്ളതാണ്. അല്ലാതെ കാണുന്നവരെല്ലാം മോശമാണ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ കുറവാണ്. ഞാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും നല്ല രാജ്യം, ഞാൻ എൻ്റെ കൂടെ ഒരു ജർമ്മൻകാരൻ പയ്യനുണ്ട്. അവൻ പറയുന്നത് എനിക്ക് അവിടുത്തെ രാജ്യക്കാർ, എനിക്കറിയില്ല ജർമ്മനിയിൽ നിന്ന് ആരെങ്കിലും വീട് കാണുമെന്നെങ്കിൽ പറയണേ, ജർമ്മനിയിലുള്ളവർ ഭയങ്കര പെട്ടെന്ന് വയലൻ്റ് ആവുന്ന ആൾക്കാരാണെന്ന് അവൻ പറയുന്നത്. ഇങ്ങനെയൊന്നും പറയാറില്ല, ഞങ്ങളവിടെ നിന്ന് ഇതുപോലെ സോറി എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലെന്നാണ് പറയുന്നത്. അവരെ പെട്ടെന്ന് ഇതായിട്ട് പറയുന്ന ആൾക്കാരാണെന്ന്. അവിടെയുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ടാണ് ഈ കൊച്ചു പറയുന്നതെങ്കിൽ അത് ന്യായമാണെന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ കാര്യം. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില ആൾക്കാരുണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ ലീഗലായിട്ട് വന്നിട്ടുള്ള വിഷയമുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും, ജോലി കിട്ടാതിരിക്കത്തില്ല, കുറച്ച് നാൾ കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെട്ട് PSW ഒക്കെ എടുത്ത് 2 വർഷം നിൽക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും നല്ല ജോലി നോക്കി ആരെങ്കിലും കണ്ട് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിനകത്തും ഭയങ്കര ചീറ്റിംഗ് ഉണ്ട്. PSW ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചില ഏജൻറ്റുമാരെ വിളിക്കും, ഞങ്ങൾ ഇൻ്റർവ്യൂ റെഡിയാക്കി തരാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഇൻ്റർവ്യൂ വരെ അവിടെ കൊണ്ട് എത്തിക്കുക. അത് കഴിയുമ്പോൾ അവർ പറയും തോറ്റുപോയാൽ ഞങ്ങൾ പൈസ ഒന്നുമില്ല, നാട്ടിൽ 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 8 ലക്ഷം രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെയും ചീറ്റിങ് നല്ല രീതിയിൽ മലയാളികളോട് ചെയ്യുന്നുണ്ട്. കൂടുതലും മലയാളികൾ ചെയ്യുന്നത് ചീറ്റിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നതാണെങ്കിൽ മാത്രം വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കഴിവുള്ളവർ നിൽക്കും. ഇപ്പോൾ എൻ്റെ വീടിനടുത്തൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ 3 വർഷം നിന്നിട്ട് പോയി. എനിക്ക് തോന്നുന്നു അവന് വിസ കിട്ടാഞ്ഞാണോ അതോ തന്നെ ഇഷ്ടപ്പെടാഞ്ഞ് പോയതാണോ. നമ്മൾ ഇവിടെ വരുമ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ്, അല്ലെങ്കിൽ കെയർ വർക്കർ ആണെങ്കിൽ കെയർ വർക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലായിടവും വൃത്തരെ നോക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ എടുക്കാൻ വേണ്ടിയിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടാറില്ല. അതുപോലൊക്കെ ഉള്ള പണിയാണ്. അവിടെ ശമ്പളം കുറവുണ്ട്, ഇവിടെ ശമ്പളം കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മൾ കൂടുതൽ ഇവിടെ വരുന്നത് അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ പിള്ളേരായിരിക്കും എന്നാണ് എനിക്ക് വിശ്വാസം. കാരണം സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങൾക്ക് ഇത്രയും ലോൺ എടുത്തൊന്നും UK അധികം വരില്ല. അപ്പോൾ ആ വീട്ടിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ തീരെ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ കൊച്ചുനാളിൽ പോലും കഷ്ടപ്പാടും അധികം അനുഭവിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അപ്പൻ്റെയൊക്കെ കാലത്ത് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുവിധം കഷ്ടപ്പാടുണ്ടായിരുന്നു കാണും. എങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇപ്പം ഞങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിൽ കഷ്ടപ്പാട് എന്താണെന്ന് അറിയത്തില്ല, ഒരു പാത്രം പോലും കഴിവാൻ അറിയത്തില്ല. അങ്ങനെയുള്ളവർ
ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കണം. ഏത് പണിയും ചുമക്കാനായാലും എടുക്കാനായാലും ഏത് പണിയും. അല്ലാതെ വന്ന ഉടനെ ഓഫീസ് പണിയേ ചെയ്യത്തുള്ളൂ, അതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല. കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി PR ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് അടിച്ചു പൊളിക്കാം. തീർച്ചയായിട്ടും അവർക്ക് നല്ല ജോലി കിട്ടും, നല്ലൊരു പൊസിഷൻ ആവും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും. ഇവിടെയുള്ള ഒരുപാട് മലയാളികളെ ഞങ്ങൾ കാണുന്നുണ്ട്, അവരൊക്കെ ഒന്നും ഉണ്ടാക്കാതെ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത് ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് സാധാ ഡ്രസ്സാണ്. ഇതിട്ടിട്ട് ഞാനിവിടെ തണുപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം 3 ഡിഗ്രി സെന്റിഗ്രേഡാണ് ഇപ്പോഴത്തെ എൻ്റെ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ കുത്തിരുന്ന് തണുക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനുള്ള ഡ്രസ്സുണ്ട്, ആ ഡ്രസ്സ് എടുത്തിടുക, അത് ഹീറ്റർ ഇടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഞാനിവിടെ വന്നിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരുപാട് മലയാളികളുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു നിലയിലെത്തുന്ന ഒരുപാട് മലയാളികളെ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കും. ലോൺ എടുത്തിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വരുന്നുണ്ടായിരിക്കും, തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട്, ചിലപ്പോൾ പാത്രം കഴുകാനായിരിക്കും, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട്. അതെ, ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്, തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാന്. വന്നിട്ട് ഇവിടെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് പറഞ്ഞ് രാജ്യം കൊള്ളത്തിലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ തീർച്ചയായിട്ടും ഒരുപക്ഷെ രക്ഷപ്പെടും. ഇവിടെ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ തിരിച്ചു പോയിട്ടാണെങ്കിൽ തന്നെ രക്ഷപ്പെടും. അധ്വാനിക്കാൻ മനസ്സുള്ളവർ എങ്ങനെയാണെങ്കിലും രക്ഷപ്പെടും. അപ്പം ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാച്ചാ, ബൈ ബൈ.